പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനവും. ഓഗസ്റ്റ് 15 വീണ്ടും സമാഗതമാകുകയാണ്. രണ്ടാഘോഷങ്ങൾ സമന്വയിക്കപ്പെട്ടിരിക്കുന്ന ദിവസം. മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും ഒരേ ദിവസം ആചരിക്കപ്പെടുന്നതുകൊണ്ട് ഈ ദിവസത്തിന് ഭാരതത്തിൻ്റേതായ ഒരു തനിമയുണ്ട്. നമ്മുടെ ജന്മനാടിനെയും അമ്മയായി മാതൃരാജ്യമായി കാണുമ്പോൾ രണ്ടമ്മമാരുടെ തിരുനാൾ കൂടിയാണ് ഇന്ന്. സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന പരിശുദ്ധ അമ്മയും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആദർശങ്ങളും ആകാശത്തോളം ഉയർത്തിക്കാട്ടുന്ന നമ്മുടെ മാതൃഭൂമിയും സ്വർഗമെന്നുകൂടി വിളിക്കപ്പെടുന്ന ആകാശത്തെ ഇന്ന് നമ്മൾക്ക് ദർശന വിഷയമാക്കുകയാണ്. സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന അമ്മ തുറക്കപ്പെടുന്ന സ്വർഗത്തെ ദർശന വിഷയമാക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായ പതാക ഭാരതത്തിനു വേണ്ടി ഉയർത്തപ്പെടുമ്പോൾ ഏവരുടെയും കണ്ണുകൾ ആകാശത്തിലേക്ക് ഉയരുകയാണ്. കടന്നുപോകലിൻ്റെ പ്രതീകമാണ് ഭൂമി. എല്ലാം സഹിക്കുന്ന അമ്മയുടെ പ്രതീകം കൂടിയാണ് അവൾ. മനുഷ്യരായി പിറന്നവരെല്ലാം ഈ മണ്ണിൻ്റെ ഭാഗമാണ്. ഇതിൽ നിന്നുള്ള ആദ്യ ഉയർത്തപ്പെടലാണ് മറിയത്തിൻ്റേത്. മനുഷ്യന് അമർത്യമായൊരു ആത്മാവും മർത്യമെങ്കിലും ആത്മാവിൻ്റെ ആലയമാകുന്ന ഒരു ശരീരവും ലഭിച്ചു എന്നുള്ളത് താത്വികമായും ദൈവശാസ്ത്രപരമായും അംഗീകരിക്കാവുന്ന സത്യമാണ്. ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ശരീരം ക്രമേണ അമർത്യതയിലേക്ക് നീങ്ങുന്നു. അതിനെ നമ്മൾ നമ്മുടെ ആത്മവത്തയുടെ ആലയമായി അംഗീകരിക്കുന്നു. അതിനെ നമ്മുടെ ആത്മവത്ത് അലങ്കരിക്കുകയും അതിൽ വസിക്കുകയും ചെയ്യുന്നു. ഈ ശരീരം എന്നും നമ്മോടുകൂടി ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനെ ഒരിക്കൽ കൂടി വിട്ടുപിരിയേണ്ടി വരുന്നത് മരണമായി നമ്മൾ കരുതുന്നു. എങ്കിലും ഉയർപ്പിൻ്റെ പ്രത്യാശയും വാഗ്ദാനവും നമ്മുടെ ശരീരത്തിലും ആത്മാവിലും നമ്മൾ അനുഭവിച്ചറിയുന്നു. ഇതാണ് പുനരുത്ഥാനത്തിനുള്ള നമ്മുടെ പ്രതീക്ഷയുടെ തുടക്കം. മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും പ്രതീക്ഷ യാഥാർത്ഥ്യമാവുകയാണ്. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷ പ്രതീകാത്മകമായി മറിയത്തിലാണ് ആദ്യം പൂർത്തിയാകുന്നത്. കർത്താവീശോയുടെ പുനരുത്ഥാനത്തിൻ്റെ ആദ്യഫലമാണ് അവിടുത്തെ അമ്മയുടെ സ്വർഗാരോപണം. അമ്മയുടെ ജീവിത പരിശുദ്ധി അവളുടെ ശരീരത്തെ മുഴുവനായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടാണ് അവൾ ഉയർത്തപ്പെട്ടത് എന്ന് പറയാം. ഉയർപ്പും സ്വർഗാരോപണവും സ്നേഹത്തിൻ്റെ വിജയപ്രഖ്യാപനം കൂടിയായിരുന്നുവെന്ന് ഇവിടെ കൂട്ടിച്ചേർക്കാം. സ്നേഹം സ്വതന്ത്രമാകണം, സാർവത്രികമാകണം. നമ്മുടെയെല്ലാം ആത്മീയ അമ്മയായിത്തീർന്ന മറിയം പ്രതീകാത്മകമായി മനുഷ്യകുലത്തിന് മുഴുവൻ അമ്മയാണ്. ആകസ്മികമെന്ന് തോന്നാമെങ്കിലും ദൈവ പരിപാലനയിലാണ് ഭാരത മക്കൾക്ക് ഈ ദിവസം സ്വാതന്ത്ര്യദിനമായി ലഭിച്ചത്. ഈ നാടിനെ സ്വർഗോന്മുഖമായി നയിക്കുവാൻ അമ്മയുടെ ഈ തിരുനാൾ നിമിത്തമായി നമ്മുടെ നാടിനെ ഇന്ന് ഈ അമ്മയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ നാടിൻ്റെ ഐക്യവും പുരോഗതിയും ലക്ഷ്യബോധവും എല്ലാം വെറും ഭൗതികം മാത്രമായിരിക്കരുത് എന്ന സന്ദേശവും ഈ ദിവസത്തിനുണ്ട്. ഇന്ന് നമ്മൾ ആകാശത്തിലേക്ക് ഉയർത്തുന്ന പതാക ഇതിൻ്റെ പ്രതീകം കൂടിയാണ്. ഈ പതാകയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ സ്വർഗം വരെ ഉയരട്ടെ. മറിയത്തിൻ്റെ സ്വർഗാരോപണം സ്ത്രീത്വത്തിൻ്റെ മഹത്വീകരണം കൂടിയാണ്. മനുഷ്യകുലത്തിൽ നേർപകുതിയോ അതിലധികമോ സ്ത്രീകളുള്ളപ്പോൾ എല്ലാവിധത്തിലും എല്ലാ മേഖലകളിലും സ്ത്രീക്ക് തുല്യസ്ഥാനവും അവകാശവും ഉണ്ടായിരിക്കണമെന്ന സത്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ഭാരതത്തിൻ്റെ ഇതുവരെയുള്ള അവസ്ഥയിൽ ഇനിയും പൂർണ്ണമായി നേടാനാകാത്ത ഒരു സ്വാതന്ത്ര്യമാണ് സ്ത്രീയുടേത്. അതിനാൽ ഇന്ത്യ സ്വതന്ത്രയായി എന്ന് പറയുമ്പോൾ ഇനിയും നമ്മൾ അതിന് കാത്തിരിക്കണം. ദൈവത്തിൻ്റെ സ്ത്രൈണഭാവവും വെളിപാടിൻ്റെ ഭാഗമാണ് എന്ന അവബോധത്തിലേക്ക് സഭയും ഒരുപാട് വളരാനുണ്ട്. വിശ്വസിക്കുന്ന ഒരു സമൂഹമെന്ന നിലയിൽ സ്ത്രീകൾക്ക് അംഗീകാരം കൊടുക്കുമ്പോഴും പഠനമേഖലകളിലും നേതൃത്വത്തിലും അവർ ഇപ്പോഴും അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തക പഠനത്തിലും സഭാപഠനത്തിലും പുരുഷ മേധാവിത്വത്തിൽ ഉറച്ച കാഴ്ചപ്പാടിൽ ഇനിയും വ്യതിയാനമുണ്ടാകണമെന്നുകൂടി ഇവിടെ കൂട്ടിച്ചേർക്കുവാൻ ഞാൻ മുതിരുകയാണ്. എല്ലാവിധത്തിലുമുള്ള മോചനത്തിനും ഇന്ന് ആചരിക്കപ്പെടുന്ന അനുസ്മരണം ഊന്നൽ കൊടുക്കണം. മോചനത്തെ നിഷേധാത്മകമായി കണക്കാക്കാതെ കഴിവുകളുടെ സ്വതന്ത്രമാക്കൽ ആയിക്കൂടി നമ്മൾ അതിനെ കാണണം. റിലീസിങ് പവർ ആൻഡ് പൊട്ടൻഷ്യാലിറ്റി എന്ന് ഈ കാഴ്ചപ്പാടിനെ വിശദീകരിക്കാം. മനുഷ്യൻ അനന്തമെന്നുവരെ പറയാവുന്ന കഴിവുകളുടെ ഇരിപ്പിടമാണ്. അവയെ പൊതുനന്മയ്ക്കായി പുറത്തെടുക്കുമ്പോൾ അവ മനുഷ്യനെയും മനുഷ്യകുലത്തെയും പടുത്തുയർത്തും.
നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ സാധ്യത സാമ്പത്തികം മാത്രമല്ല, ധാർമ്മികവും ആത്മീയവും കൂടിയാണ്. പരസ്പരം മത്സരിക്കുന്നതോ പരസ്പരം ഭീഷണിപ്പെടുത്തുന്നതോ ആയ അനേകം രാഷ്ട്രങ്ങളുടെ ആകത്തുകയായ ജനസമൂഹത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനായത്വവും ധാർമ്മികവുമായ പാരമ്പര്യവും സമാധാനത്തിനും സാഹോദര്യത്തിനും പ്രചോദനവും മാതൃകയുമാകണം. അതിന് പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ സാന്നിധ്യം ഒരു ആത്മീയ പ്രേരണയാകണം. നമുക്ക് നമ്മുടെ നാടിനെ ഈ അമ്മയ്ക്ക് സമർപ്പിക്കാം. ഇന്ന് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ മുഴുവൻ പ്രതീക്ഷ മരീചികയായി അകന്നുപോകുന്ന അവസ്ഥാവിശേഷമാണ്. എല്ലാവരും തുല്യരും ദൈവമക്കളുമാണെന്നുള്ള അവബോധത്തിലേക്ക് നമ്മുടെ നാട് വളരണം, അതിലേക്ക് ഉണരണം. അതുപോലെ സഭയും സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണദർശനത്തിൽ എത്തിച്ചേരണം. കർത്താവീശോയെ നമ്മുടെ മധ്യത്തിൽ ഉത്ഥിതനായി അനുഭവിക്കുമ്പോൾ സ്വർഗസ്ഥയായ അമ്മയും നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. അപൂർവമായ പ്രത്യക്ഷപ്പെടലിലൂടെയല്ല, നമ്മുടെ ആവശ്യങ്ങളിലെ നിത്യസാന്നിധ്യമായി പ്രതീക്ഷയുടെ പ്രഭാത നക്ഷത്രമായി അവൾ നമ്മുടെ മുമ്പിലുണ്ട്. മാതാവിനായി നമ്മൾ ഒരു പതാകയ്ക്ക് രൂപം കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കണം അതിൽ ദൃശ്യമാകേണ്ടത്? തുളയ്ക്കപ്പെട്ട ഹൃദയമോ തുറക്കപ്പെട്ട ഹൃദയമോ? അത് അമ്മയുടെ ഹൃദയത്തിൻ്റെ പ്രതീകാത്മകമായ ചിത്രീകരണമായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ പ്രതീകം കൂടി ആയിരിക്കണം. അമ്മയെ ഓർത്ത് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയൊരു പതാകയും ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്നതായി നമുക്ക് നമ്മുടെ ഭാവനയിൽ കാണുവാൻ സാധിക്കട്ടെ. അമ്മയെ നോക്കി ഈ സ്വർഗീയ ദർശനം സാധ്യമാക്കുവാൻ ഈ ഭാവനാചിത്രം ഏവർക്കും ഉപകരിക്കട്ടെ. മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെയും അനുഗ്രഹങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.